ഹായ് ഡിയേഴ്സ്, ഞാൻ നിൽക്കുന്ന എവിടെയാണെന്നറിയോ? അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിലാണ്, അങ്കമാലി. ഇവിടെ എന്താ എത്തിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അടിപൊളി ബ്രാൻഡിന്റെ, ഒരു കോസ്മെറ്റിക് ബ്രാൻഡിന്റെ പ്രോഡക്ട്സും അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഐക്കൺ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ജാവേദ് സാർ, അത് ഹെയർ സ്റ്റൈൽ സ്പെഷ്യലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ക്ലാമി ബ്രാൻഡിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആളുടെ ഒരു വർക്ക്ഷോപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഡക്ട്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കാണാനായിട്ട് പോവാണ്. നേരെ നമുക്ക് പോവാം അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിലേക്ക്. അത് മാത്രമല്ല, ക്ലാമി ബ്രാൻഡിന്റെ ഡയറക്ടർ ഈ ക്ലാമി ബ്രാൻഡിനെ കുറിച്ച് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം. ലെറ്റ്സ് ഗോ. They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing. I got all this potential that's deep inside of me, but they hate when you're successful cause they try to be. They sit there being judgmental because you're trying things, and they just want you to settle and do the right thing. So ബ്രസീലിൽ നിന്നാണ് മാനുഫാക്ചറിംഗ്. ഓൾറെഡി ജാവേദ് ഔട്ട്ലെറ്റുകളെല്ലാം ട്രയൽ റൺ നടന്നു കഴിഞ്ഞു. മാർച്ച് ഫസ്റ്റ് വീക്കോടുകൂടി ഇന്ത്യയിലാകമാനം ലഭ്യമായി. Make sure you don't spend it too soon. Fuck that, I'll do what I wanna do. I got a different path from everyone and that includes you. ക്ലാമി ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ്. ഇപ്പോൾ ക്ലാമി ബ്രാൻഡിന്റെ ഡയറക്ടർ അനീഷ് കെ ജോയി ആണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഈ ക്ലാമി ബ്രാൻഡിനെ കുറിച്ച് ആദ്യം തന്നെ ഒന്ന് പറയാമോ? ശരിക്കും ക്ലാമി എന്ന് പറഞ്ഞൊരു US ബ്രാൻഡാണ്. അത് കേരളത്തിലുള്ളൊരു ബ്രാൻഡല്ല, ശരിക്കും US നിന്നാണ്. US ആണ് ശരിക്കും ബ്രാൻഡ് ഓണർ. ഞങ്ങൾ അതിനെ ടേക്ക് ഓവർ ചെയ്ത് മാനുഫാക്ചറിങ്, അതായത് ക്ലാമിയിൽ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കൂടുതലും ഗുജറാത്തിലാണ്. ഗുജറാത്ത്, സൂറത്ത്, അതുപോലെ തന്നെ പൂനെ, ഈ 3 സ്ഥലത്തു നിന്നാണ് നമ്മൾ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ഉള്ളത്. ഇന്ന് ഓൾ ഇന്ത്യ എക്സ്പാൻഷൻസ് ഉണ്ട്. ഓൾ ഇന്ത്യ, അതായത് നമ്മുടെ മാർക്കറ്റിംഗ് ഓഫീസ് മുംബൈയിലാണ്. നമുക്ക് 3 ടെറിട്ടറിയാണുള്ളത്. ഒന്ന് കേരള സൗത്ത് ഹാൻഡിൽ ചെയ്യുന്നു, മുംബൈ ആ ഏരിയ, മുംബൈ, പിന്നെ ഛത്തീസ്ഗഡ്, CG, അതുപോലെ തന്നെ പാറ്റ്ന, നോർത്ത് ഈസ്റ്റ് ആ ഏരിയ മുംബൈ ഹാൻഡിൽ ചെയ്യുന്നു. ബട്ട് പിന്നെ പഞ്ചാബ്, ലുധിയാന ആ ഏരിയ ഡൽഹി ഓഫീസിനാണ് നല്ലത്. ഈ 3 ടെറിട്ടറി ആയിട്ട് ഇന്ത്യയിൽ ഏകദേശം 300ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇനീഷ്യൽ ലെവലിൽ ഞങ്ങൾക്കുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 4000ഓളം കൗണ്ടർ പോയിന്റുകൾ ഞങ്ങൾക്ക്. ഇതാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. ശരിക്കും ഞങ്ങൾ സലൂണുകളിലും റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്, അതായത് പ്രൊഫഷണൽ റേഞ്ച് പ്രോഡക്റ്റ് പ്ലസ് റീറ്റെയിൽ പ്രോഡക്റ്റ്, ഈ 2 കാറ്റഗറിയിലാണ് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് ഉള്ളത്. ഒരു സലൂണിൽ തുടങ്ങേണ്ട ഏപ്രിൽ ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് ഉള്ള പ്രോഡക്റ്റ് വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പൊ എത്ര പ്രോഡക്ട്സുകളായി, എത്ര വർഷമായി അതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട്? ബ്രാൻഡ് വളരെയധികം വർഷമായുള്ള ബ്രാൻഡാണ്. ഇന്ത്യയിൽ ഞങ്ങൾ 2 വർഷമായി. 7ഓളം രാജ്യങ്ങളിലുണ്ട്. ഇന്ന് UK, ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ UAE, ഇന്ത്യ, ഓൺലൈനിലെല്ലാം ഈ ഇത്തരം രാജ്യങ്ങൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓഫ്ലൈനിലായിട്ട് നേപ്പാൾ, അതുപോലെ തന്നെ സിംഗപ്പൂർ, ഇവിടെയൊക്കെ ഓഫ്ലൈനിൽ സ്റ്റോറുകൾ ഞങ്ങൾക്ക്. അതിൽ എത്ര പ്രോഡക്ട്സ് അവൈലബിൾ ആണ്? ഇന്ന് ഇന്ത്യയിൽ 107ഓളം പ്രോഡക്റ്റ്. 107ാമത്തെ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്തത്. നാനോ ലെക്സ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഹെയർ ട്രീറ്റ്മെന്റിന്റെ പ്രോഡക്റ്റ് ആണ്. എന്താണ് ആ ഒരു നാനോ ലെക്സിന്റെ പ്രത്യേകത? നാനോ പ്ലാസ്റ്റിയ എന്ന് പറഞ്ഞാലായിരുന്നു ഇതിനു മുമ്പുള്ള പ്രോഡക്റ്റ്. അതിനേക്കാളും കൂടുതൽ ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു, അതുപോലെ ഹെയർ റിപ്പയർ ചെയ്യുന്നു, അതുപോലെ തന്നെ വളരെ ഷോർട്ട് ടൈമിൽ ഉള്ളിൽ ഈ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മാർച്ച് 1 മുതൽ പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. ഞങ്ങൾ അതിനിട്ടിരിക്കുന്ന പേര് നാനോ ലെക്സ് എന്നാണ്. ഈ നാനോ ലെക്സ് എന്നുള്ള ഈ പ്രോഡക്റ്റ് ഇന്ത്യ ആകമാനം ഞങ്ങളുടെ 70ഓളം വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ഞങ്ങളുടെ തന്നെ 2000ഓളം റീറ്റെയിൽ ഔട്ട്ലെറ്റില് മാർച്ച് ഫസ്റ്റ് വീക്ക് മുതൽ ലഭ്യമാകും. എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്ട്സിന്റെ ഒക്കെ ഇപ്പോൾ ഇന്റർനാഷണൽ ബ്രാൻഡ് പ്രോഡക്ട്സ് എന്നൊക്കെ പറയുമ്പോൾ വളരെ റേഞ്ച് കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അതിനാണ് ഞങ്ങൾ ഹയർ ചെയ്തിരിക്കുന്ന ടെക്നോളജി മാത്രമേ ഇന്റർനാഷണൽ ഉള്ളൂ. മാനുഫാക്ചറിംഗ് ഇന്ത്യയാണ്. അതിന്റെ ക്വാളിറ്റി കൺട്രോൾ മാത്രമേ ഇന്റർനാഷണൽ ചെയ്യുന്നു. ടെക്നോളജി ഹയർ ചെയ്ത് ക്വാളിറ്റി കൺട്രോൾ മാത്രം ചെയ്യുന്നു. ബട്ട് മാനുഫാക്ചറിംഗ് ഇന്ത്യ. എങ്ങനെയാണ് ജാവേദ് സാറിന് ഇതുമായിട്ട്? ജാവേദ് സാർ എന്ന് പറഞ്ഞാൽ ഇന്ന് അറിയാം, ഹെയർ ഇൻഡസ്ട്രിയിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും ലീഡിങ് കമ്പനിയാണ് ജാവേദ് സാറ്. അപ്പോൾ ജാവേദ് സാറ് വളരെ പാഷനേറ്റീവ് ആണ്, പ്രത്യേകിച്ച് ഹെയർ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഇങ്ങനൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ കാണുകയും അദ്ദേഹത്തിന്റെ സലൂണുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞിരുന്നു, എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റുന്ന മേഖലകളുണ്ടെന്ന്. We need to bring education to this city, this state. So what we plan to do, we want to open academies. I run 80 academies all over India. My next platform for 25 years is have academies all over in Kerala. And on that academic basis,
let's generate employment. And if we can generate employment, why people should go to Dubai? Why not Kerala? Because there's so much money, there's so much awareness, there's so much dhanda is in India, it's in Kerala. That's my mission. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം, ഞങ്ങളെ സംബന്ധിച്ചോളം, ഇന്ന് ജാവേദ് സാർ ഞങ്ങളുടെ ബ്രാൻഡിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് ഇന്ത്യയിലുള്ള സലൂൺ ഇൻഡസ്ട്രിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺഫിഡൻ്റ് ആണ് ജാവേദ് സാർ ബ്രാൻഡ് അംബാസിഡർ വരുന്നത്. എന്നുവെച്ചാൽ ജാവേദ് സാർ കൊടുക്കുന്ന കോൺഫിഡൻറ്റ്, അദ്ദേഹത്തിന് 3000-ഓളം ആക്റ്റീവ് ഔട്ട്ലെറ്റ് ഉണ്ട്. ആ ഔട്ട്ലെറ്റിലുള്ള ആള് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലെ വ്യത്യസ്ത ലാംഗ്വേജ്, വ്യത്യസ്ത കാലാവസ്ഥയിലുള്ള ട്രീറ്റ്മെന്റ് ഉള്ള ഹെയർ ഉള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്ത് പരിചയമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെങ്ത് ഉണ്ട് ഞങ്ങൾ. ഇന്നിപ്പോ ജാവേദ് സാർ ഇവിടെ എത്ര പ്രോഡക്ട്സ് ആണോ അതുപോലെ ഹെയർ കട്ട്സ് ആണോ എന്താ ഇവിടെ അല്ല, ഇതില് ജാവേദ് സാർ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ പ്രോഡക്റ്റ് കൊണ്ട് ഹെയർ കട്ട്, ഹെയർ ട്രീറ്റ്മെന്റ് ലൈവായിട്ട് ഇവിടെയുള്ള സലൂൺ ഓണേഴ്സിനോട് വെറും വാക്കുകൊണ്ട് മാത്രം പറയുകയല്ല, ലൈവായിട്ട് അദ്ദേഹം വന്ന് അവരുടെ മുന്നിൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തത് കാണിച്ചു കൊടുക്കുകയായിരുന്നു. എന്നിട്ട് അവരെ ആ റിസൾട്ട് മനസ്സിലാക്കി കൊടുത്തു. അത് ക്രീം ഓഫ് പീപ്പിളിൽ ഒരു 100ഓളം സലൂൺ ഓണേഴ്സിനെയാണ് ഇവിടെ ഇൻവൈറ്റ് ചെയ്തത്. അവരിൽ നിന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? അല്ല, ഇനി ഞങ്ങൾ സലൂൺ റേഞ്ചിൽ ഇനിയുള്ള ഒരു 18 മാസം കൊണ്ട് ഒരു 50ഓളം പ്രോഡക്റ്റുകൾ ഞങ്ങൾ വരുന്നുണ്ട്. അതായത് 2027-28 ആകുമ്പോഴത്തേക്ക് IPO-യിലേക്ക് പോകാന്നുള്ളതാണ് ഞങ്ങളുടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ക്ലാമി കോസ്മെറ്റിക്സിന്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സും അതുപോലെ തന്നെ ഹെയർ ഡെമോ നടത്തിയത്, അതുപോലെ തന്നെ നമ്മൾ ജാവേദ് സാറിനെ പരിചയപ്പെട്ടു, ആ ഒരു ഡെമോ ക്ലാസ്സുകൾ കണ്ടു. അപ്പോൾ ഇതുപോലെ നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ടാറ്റാ, ബൈ.